നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൂത്ത മകളെയാ, പത്മയെ. ഇവളുടെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോ എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഓ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കണമെന്നാണ് ഇവൾക്കും. ഡാ, നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കടാ. ഈ ടീച്ചർ ജോലി നല്ല രസമുള്ള കാര്യല്ലേ? ഞാൻ പത്മയോടാ ചോദിച്ചത്. നല്ലതാ, കുട്ടികളായിട്ട് ഇടപെടുമ്പോ നല്ല രസമാ. പത്മയ്ക്ക് വേറെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഐ മീൻ ഈ സംഗീതം, നൃത്തം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് വായിക്കും, അത്രേ ഉള്ളൂ. ഗുഡ്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാലോ. ഇവൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൂത്ത മകളെയാ, പത്മയെ. എന്തൊക്കെ നിങ്ങളീ പറയുന്നേ? ഇവന്റെ കാര്യത്തിൽ ഇന്നുവരെ ഇവനെടുത്ത ഒരു തീരുമാനവും തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാൽ പോലും. കുട്ടികളെ രണ്ടാളെയും കണ്ടപ്പോ അവൻ അങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കാണാൻ വന്നത് ജ്യോതിയല്ലേ? ഞാൻ അവളുടെ അടുത്ത് നിന്നതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്? അങ്ങനെയുള്ളവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും കാര്യമില്ല. വേറൊരാളെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയാലോ? മോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവിടെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. സുജാതെ, ഞങ്ങള് കാര്യമായിട്ടാ പറയുന്നേ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മൂത്ത മകളുമായിട്ട് ഈ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീധനായിട്ട് ഒരു പൈസയും വേണ്ട. എനിക്ക് പെൺകുട്ടിയെ മാത്രം മതി. അമ്മേ, അവരോട് ഇറങ്ങി പോവാൻ പറ. മോളെ, ഇവര് നല്ലവരാണെന്ന് അമ്മ കരുതുന്നുണ്ടോ? മകന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അച്ഛനും അമ്മയും അവൻ എളുപ്പാ. പക്ഷെ ഒരുങ്ങി വന്നിരിക്കുന്ന എന്റെ അനുജത്തിയുടെ കണ്ണ് കലങ്ങിയ ഇവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരോട് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. മോളെ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പൊയ്ക്കോ.
നിങ്ങളുടെ വിവാഹാലോചന ഈ കുടുംബത്തിന് ആവശ്യമില്ല. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങാം. നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കാനേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മകനൊരാഗ്രഹം തോന്നി, അവനത് മറച്ചു വെക്കാതെ പറഞ്ഞു. ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ മൂത്ത മകളെ വീട്ടിൽ നിർത്തി ഇളയ മകളെ കല്യാണം കഴിച്ചു വിടുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നും അല്ല. മൂത്ത മകൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇളയ മകളുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. என்னம்மா நீங்க இந்த வீட்டுல கேறு வந்த ஆள்கார் தானே? இந்த குடும்பத்தில் ஒரு அபிப்பிராயம் சொல்ல வேண்டிய அவசியம் നിങ്ങൾക്ക് ഇല്ല. ശരവണ, அம்மா இவர் അവര് പൊയ്ക്കോട്ടെ. വാ നടക്ക്. പോയേക്കാം. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതിനല്ലേ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചത്. ഇനി എപ്പോഴാ പുതിയ ആളുകൾ വരുന്നത്? ഇന്ന് തന്നെ ഉണ്ടോ? അത് ജ്യോതി, എനിക്കൊന്നും കേക്കണ്ട. ഒരു കൂട്ടര് വീട്ടിൽ വരുന്നതിന് മുന്നേ അവരോട് നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയണ്ടേ അമ്മേ? ഞാൻ പറയാഞ്ഞിട്ടാണോ? അവരിങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എവളവോ പേസി പേസി അവസാനം ജ്യോതി സമ്മതിച്ചതാ. അത് இந்த വഴിയാച്ച്. എന്നമ്മ നമ്മ കുടുംബத்துக்கு ഒരു സ്വസ്ഥതയില്ല. ശിക്ഷിച്ചു മതിയായിട്ടില്ല ദൈവങ്ങൾക്ക്. എന്നാ പിന്നെ കൊന്നൂടെ? അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.